ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ബബബ നാലാം ദിനം തീ കളക്ഷൻ. ഈ ഒരു ഞായറാഴ്ച ദിനം മികച്ച രീതിയിലുള്ള കളക്ഷനുമായി സിനിമ കുതിച്ചുയർന്നിരിക്കുകയാണ്. ശനിയാഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ അതിന് മുകളിലേക്കുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് ഫൈനലായിട്ട് എത്താൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. എത്രയും പെട്ടെന്ന് 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ഒരു സഹായം വേണം. എന്നാലും 1598ഓളം ഷോകളാണ് സിനിമയുടെ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1,86,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 42%, ഇന്നലെ 41%, ഇന്ന് 42% ഒക്യുപ്പൻസിയിൽ സിനിമ ഇതുവരെ 10 മണി വരെ നേടിയിരിക്കുന്നത് 2,92,47,000 രൂപയോളം. ഇന്നലെ ഫൈനലായി വന്നത് 3,01,00,000 രൂപയാണെങ്കിൽ ഇന്ന് അതിന് മുകളിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. അതായത് ഇന്നലെ 3,37,00,000 രൂപയോളം എന്നാണ് പുറത്തു വന്ന കണക്കുകൾ. ഇന്ന് അങ്ങനെയാണെങ്കിൽ 3,40,00,000 രൂപയ്ക്ക് മുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാകുകയാണ്. അതായത് കഴിഞ്ഞ 4 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം 7,20,00,000 രൂപയും പിന്നീടുള്ള ഈ 3 ദിവസങ്ങളിലും 3 കോടിക്ക് മുകളിലുമാണ് വന്നിരിക്കുന്നത്. അതായത് 18-19 കോടിയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരുന്നു. സിനിമയ്ക്ക് 4 ദിനങ്ങൾ കൊണ്ട് വേൾഡ് വൈഡായിട്ട് 36 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ 30 കോടി എത്തിയിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന്. ഇന്ന് 3 കോടിക്ക് മുകളിലെത്തുമ്പോൾ 33.5 കോടിയോളം എത്തുമെന്നുള്ളതും ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡായിട്ട് 36 കോടി എത്തുമെന്നുള്ളതും ഉറപ്പിക്കുകയാണ്. എന്തായാലും ദിലീപിൻ്റെ ഈ ഒരു സിനിമ വലിയ ഒരു ആഘോഷമായി മാറുകയാണ്. ഈ ഒരു ക്രിസ്മസ് സീസണിൽ ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുകയും മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ, അതിഗംഭീര നടൻ, ഇന്ത്യയുടെ ഏറ്റവും വലിയ നടൻ അതിഗംഭീരമായിട്ട് അഴിഞ്ഞാടിയ ചിത്രവുമായി മാറുകയാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ പ്രസൻസ് തന്നെ ഈ ഒരു സിനിമയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്താണ് ഗ്രേ മീഡിയാസ്.